എൻവിഡിയ അവരുടെ ശമ്പള ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു. കമ്പനിയിൽ ആർക്കൊക്കെ എത്രയൊക്കെ ശമ്പളം കൊടുക്കുന്നുവെന്ന വിശദമായ ഡാറ്റ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിൽ ഹാർഡ്വെയർ വീണ്ടും രാജാവായ വർത്തമാനകാലത്ത് എൻവിഡിയ തങ്ങളുടെ ഒന്നാംകിട എഞ്ചിനീയർമാർക്കും റിസർച്ച് സയന്റിസ്റ്റുകൾക്കും AI ആർക്കിടെക്റ്റുകൾക്കും ഡെവലപ്പർമാർക്കും എത്രയാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് ലോകത്തിന് ആകാംക്ഷയുള്ള കാര്യമായിരുന്നു. എൻവിഡിയ അവരുടെ ഒരു ശരാശരി AI റിസർച്ച് സയന്റിസ്റ്റിന് അടിസ്ഥാന ശമ്പളമായി മാത്രം വർഷം 4 കോടി രൂപ കൊടുക്കുന്നു. ഒരു പ്രിൻസിപ്പൽ AI ആർക്കിടെക്റ്റിന് 5 കോടി വരെ നൽകും. ഒരു AI അൽഗോരിതം എഞ്ചിനീയർക്ക് 4.5 കോടി രൂപ ശമ്പളം കൊടുക്കും. പ്രൊഡക്റ്റ് മാനേജർമാർക്ക് പ്രതിവർഷം 6 കോടി രൂപ വരെ അടിസ്ഥാന ശമ്പളമുണ്ട്. അടിസ്ഥാന ശമ്പളം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ തുക മാത്രമാണെന്ന് ഓർക്കണം. ഇതിന്റെ പല ഇരട്ടി സ്റ്റോക്ക് ഓപ്ഷനുകളും ബോണസുകളുമായെല്ലാം കിട്ടും. അത് മനസ്സിലാക്കണം. ഈ കണക്കെല്ലാം പറയുന്നതിന് മുൻപ് സൂചിപ്പിക്കേണ്ട രസകരമായ കാര്യം, എൻവിഡിയയുടെ 90% ലാബ് ഓപ്പറേഷനുകളും അമേരിക്കയിലാണ് നടക്കുന്നതെങ്കിലും ഈ ഭീമൻ ശമ്പളമെല്ലാം വാങ്ങിക്കൊണ്ടു പോകുന്നത് കുടിയേറ്റക്കാരായ മിടുക്കന്മാരാണ്. ഇന്ത്യ മുതൽ സ്ലൊവേനിയ വരെ നീണ്ടുകിടക്കുന്ന മനുഷ്യ വിഭവശേഷിക്ക് വാരിക്കോരി H1B വിസ കൊടുത്ത് കൊണ്ടുവന്നാണ് എൻവിഡിയ അവരുടെ ഓരോ പ്രൊഡക്റ്റും സൃഷ്ടിക്കുന്നത്. തങ്ങൾ പ്രതീക്ഷിച്ചതൊന്നുമല്ല സംഭവിച്ചത് എന്നതുകൊണ്ട് തന്നെ ലോകത്തിലെ മഹാഭൂരിപക്ഷം ടെക് ഭീമന്മാരും വലിയ തോതിൽ ജീവനക്കാരെ ഒഴിവാക്കുകയാണ്. പുതിയ ജോലികൾ സൃഷ്ടിക്കപ്പെടുന്നേയില്ല. ഉള്ളത് തന്നെ കമ്പനികളുടെ എക്സിക്യൂട്ടീവ് തലങ്ങളിൽ മാത്രമാണ്. അമേരിക്കൻ ടെക് ജയൻസ് തങ്ങളുടെ ഓവർസീസ് റിക്രൂട്ട്മെന്റ് 4/1 വെട്ടിക്കുറച്ചു. അവിടെയാണ് ഒഴുക്കിനെതിരെയുള്ള എൻവിഡിയയുടെ പോക്ക്. അവരിപ്പോഴും ലോകമെമ്പാടും നിന്ന് അമേരിക്കയിലേക്ക് ധാരാളം എഞ്ചിനീയർമാരെയും AI റിസർച്ച് ഫെലോകളെയും ചിപ്പ് ഡിസൈനർമാരെയും സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റുകളെയും കൊണ്ടുവരുന്നു. തങ്ങളുടെ H1B വിസ ക്വാട്ട മുഴുവനും വിനിയോഗിക്കുന്നു. കൂടുതൽ ആവശ്യപ്പെടുന്നു. എൻവിഡിയ ഒരു പിശുക്കുമില്ലാതെ വാരിക്കോരി കൊടുക്കുന്ന ശമ്പളത്തിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരാൻ കാരണം അമേരിക്കൻ ഗവൺമെന്റിന്റെ കർശനമായ തൊഴിൽ നിയമങ്ങളും സുതാര്യതയുമാണ്. US കമ്പനികൾ വിദേശത്തു നിന്നും പ്രിസിഷൻ സ്കിൽഡായ ജീവനക്കാരെ നിയമിക്കാൻ H1B വിസയ്ക്ക് അപേക്ഷിക്കും. ആ അപേക്ഷകളിൽ കമ്പനികൾ തങ്ങളുടെ കുടിയേറ്റ ജീവനക്കാർക്ക് നൽകുന്ന അടിസ്ഥാന ശമ്പളം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിൽ രജിസ്റ്റർ ചെയ്യണം. പബ്ലിക് ഡിസ്ക്ലോഷർ ആക്ട് അനുസരിച്ച് ഈ വിസ അപേക്ഷകളിലെ വിവരങ്ങൾ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പരിശോധിക്കാൻ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കാറുണ്ട്. ഈ ഫെഡറൽ ഫയലിങ്ങുകൾ പരിശോധിച്ചാണ് മാധ്യമങ്ങൾ എൻവിഡിയയുടെ 2026 ഫസ്റ്റ് ക്വാർട്ടറിലെ കൃത്യമായ ശമ്പള വിവരങ്ങൾ പുറത്തുവിട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന ശമ്പളം മാത്രം. ഇതിന്റെ പല ഇരട്ടിയുള്ള ആനുകൂല്യങ്ങൾ വേറെയാണ്. ഇനി നമുക്ക് എൻവിഡിയയുടെ തൊഴിലിന്റെയും കൂലിയുടെയും ലോകത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാം. എന്തുകൊണ്ടാണ് എൻവിഡിയ ആഗോള ടാലന്റുകൾക്കായി ഇത്രയധികം പണം ചെലവഴിക്കുന്നത്? എന്തുകൊണ്ടാണ് AI എഞ്ചിനീയർമാർ ഗ്ലോബൽ സൂപ്പർ സ്റ്റാറുകളാകുന്നത്? എന്തുകൊണ്ടാണ് എൻവിഡിയ കുടിയേറ്റക്കാർ സൃഷ്ടിച്ച് വലുതാക്കിയ കമ്പനിയാണെന്ന് പറയുന്നത്? ഇന്ത്യയിലെ അടക്കം വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയർമാർക്കും കോഡർമാർക്കും എൻവിഡിയയിലെ ഭാവി എന്തായിരിക്കും? മാലിന്യ നിർമ്മാർജ്ജനത്തിന് വരെ AI വേണ്ടുന്ന കാലമാണ്. എല്ലാ പ്രധാന കമ്പനികൾക്കും AI വേണം. ലോകത്തിലെ എല്ലാ ഗവൺമെന്റുകളും AIയിലെ ആധിപത്യം ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ഏത് സൈന്യവും AI വാർഫെയറിലെ മേൽക്കൈക്ക് വേണ്ടി ശ്രമിക്കുന്നു. എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും AI ഇൻ്റഗ്രേഷന് മത്സരിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ ഈ വിപ്ലവത്തിന് ശക്തി പകരുന്ന ജയൻ്റാണ് എൻവിഡിയ. ആദ്യകാലങ്ങളിൽ എൻവിഡിയ ഒരു ഗെയിമിംഗ് ഗ്രാഫിക്സ് കാർഡ് കമ്പനി മാത്രമായിരുന്നു. AIയുടെ വസന്തകാലം മുൻകൂട്ടി അറിഞ്ഞ അവർ സ്പെഷ്യലൈസ്ഡ് GPUകൾ ഉണ്ടാക്കി. എൻവിഡിയയുടെ GPUകൾ അങ്ങനെ AI മോഡലുകളെ ട്രെയിൻ ചെയ്യുന്നതിനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡായി മാറി. ഓപ്പൺ AIയും ഗൂഗിളും ആമസോണും മെറ്റയും ഗ്രോക്കും ആന്ത്രോപ്പിക്കും എല്ലാം ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു പഞ്ചായത്തിൻ്റെ വലിപ്പമുള്ള GPU ക്ലൗഡുകൾക്ക് ഹാർഡ്വെയർ നൽകുന്നത് എൻവിഡിയയാണ്. ആഗോളതലത്തിൽ ഡിമാൻഡ് ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ എൻവിഡിയ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് മനുഷ്യ വിഭവശേഷി. അവർക്ക് ലോകമെമ്പാടുമുള്ള എലൈറ്റ് ടാലന്റുകൾ ആവശ്യമുണ്ട്. സാധാരണ പ്രതിഭകളല്ല, ഭൂമിയിലെ ഏറ്റവും മികച്ച 0.1% ടാലന്റ്. നെക്സ്റ്റ് ജനറേഷൻ ചിപ്പുകൾ ഡിസൈൻ ചെയ്യാൻ കഴിവുള്ളവർ, അപ്ഡേറ്റഡ് AI ആർക്കിടെക്ചർ സൃഷ്ടിക്കാൻ അറിയാവുന്നവർ, വലിയ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യുന്നവർ, ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് ആക്ടിവിറ്റി കൈകാര്യം ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നവർ, അങ്ങനെയെല്ലാം. 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രം എൻവിഡിയ അതിൻ്റെ H1B വിസ അപേക്ഷകൾ വൻതോതിൽ കൂട്ടി. 1200 H1B വിസകൾ. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1000 H1B വിസകൾ മാത്രമാണ് കമ്പനി അപേക്ഷിച്ചത്. ഇതേസമയം ഗൂഗിൾ കഴിഞ്ഞ വർഷം 5100 H1B വിസകൾ നേടിയപ്പോൾ ഈ വർഷം അത് കുറഞ്ഞ 2200 എണ്ണമായി. ആമസോണിന്റെ H1B വിസകളുടെ എണ്ണം 6100-ൽ നിന്ന് 4300-ആയി കുറഞ്ഞു. മറ്റ് ടെക് ഭീമന്മാർ ജാഗ്രത പാലിക്കുമ്പോൾ എൻവിഡിയ കയറിക്കളിക്കുകയാണ്. കാരണം എൻവിഡിയയ്ക്ക് അറിയാം, AI യുഗത്തിൽ മനുഷ്യ വിഭവശേഷിയും ടാലന്റുമാണ് സ്വർണം. മികച്ച എഞ്ചിനീയർമാരെ ആകർഷിക്കുന്ന കമ്പനികൾ ഭാവിയിൽ ആധിപത്യം നേടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹൃദയമായ അൽഗോരിതങ്ങളും മോഡലുകളും കൈകാര്യം ചെയ്യുന്ന AI ഗവേഷകരാണ് എൻവിഡിയയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം കൈപ്പറ്റുന്ന വിഭാഗങ്ങളിലൊന്ന്. റിസർച്ച് സയന്റിസ്റ്റ് തസ്തികയിലുള്ളവർക്ക് 99.37 ലക്ഷം രൂപ മുതൽ 3.41 കോടി രൂപ വരെ ശമ്പളം കിട്ടും. തുടക്കക്കാർക്ക് പോലും മികച്ച ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന എൻവിഡിയ അനുഭവ സമ്പന്നർക്ക് കോടികളാണ് നൽകുന്നത്. സീനിയർ റിസർച്ച് സയന്റിസ്റ്റിന് ശമ്പളത്തിന്റെ പരിധി 1.29 കോടിയിൽ തുടങ്ങി 3.41 കോടി വരെ എത്തുന്നു.
പ്രിൻസിപ്പൽ റിസർച്ച് സയന്റിസ്റ്റിന്റെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 2.6 കോടി രൂപയാണ്. ഇത് പരമാവധി 4.12 കോടി വരെ ഉയരാം. AI ലേണിംഗിന്റെ ബേസിക് മോഡലുകൾ നിർമ്മിക്കുന്ന സ്കില്ലിലാണ് ഈ വൻ തുക നൽകുന്നത്. എൻജിൻ കമ്പ്യൂട്ടിംഗും AI ഇൻഫ്രാസ്ട്രക്ചറുകളും ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്റ്റിന്റെ അടിസ്ഥാന ശമ്പളം 1.26 കോടി രൂപ മുതൽ 3.41 കോടി വരെയാണ്. സീനിയർ ആർക്കിടെക്റ്റിന് 1.41 കോടി രൂപ മുതൽ 3.41 കോടി രൂപ വരെ ലഭിക്കുന്നു. സൊല്യൂഷൻസ് ആർക്കിടെക്റ്റിന് ശമ്പള പരിധി 1.33 കോടി മുതൽ 3.41 കോടി വരെ പോകും. പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റിന് 2.37 കോടി രൂപ മുതൽ 4.07 കോടി രൂപ വരെ അടിസ്ഥാന ശമ്പളം ലഭിക്കുന്നു. സെമി കണ്ടക്ടർ വിപണിയിൽ വലിയ മത്സരമുണ്ട്. ഗൂഗിൾ, ആപ്പിൾ, മെറ്റ തുടങ്ങിയ കമ്പനികളെല്ലാം സ്വന്തമായി ചിപ്പുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ NVIDIA ചിപ്പ് ഡിസൈനർമാർക്ക് വലിയ ശമ്പളമാണ് നൽകുന്നത്. ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ നിർമ്മിക്കുന്ന ASIC എഞ്ചിനീയർമാർക്ക് 1.3 കോടി രൂപ മുതൽ 3.52 കോടി രൂപ വരെ NVIDIA ശമ്പളം നൽകുന്നുണ്ട്. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എഞ്ചിനീയർമാർക്ക് 1.26 കോടി രൂപ മുതൽ 3.8 കോടി വരെ ശമ്പളം കിട്ടും. സീനിയർ ASIC, സീനിയർ മിക്സർ സിഗ്നൽ ഡിസൈൻ, സീനിയർ ഫിസിക്കൽ ഡിസൈൻ, സീനിയർ വെരിഫിക്കേഷൻ എഞ്ചിനീയേഴ്സ് തസ്തികകളിലെല്ലാം തന്നെ ശമ്പളത്തിന്റെ തുടക്കം 1.3 കോടി രൂപ മുതൽ 1.57 കോടി വരെയാണ്. പരമാവധി ശമ്പളം 2.97 കോടി വരെ. ചിപ്പുകളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും പരിശോധിക്കുന്ന വെരിഫിക്കേഷൻ എഞ്ചിനീയർമാർക്ക് 1.14 കോടി മുതൽ 2.97 കോടി വരെ ശമ്പളം ലഭിക്കുന്നു. NVIDIAയുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ CUDA സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. ഇത് ഡെവലപ്പർമാരെ NVIDIA ചിപ്പുകളിൽ മാത്രം ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും AI കേന്ദ്രീകൃത എഞ്ചിനീയറിംഗും NVIDIAയുടെ റിക്രൂട്ട്മെന്റിന്റെ പ്രധാന ഭാഗമാണ്. NVIDIAയിലെ ഒരു സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് 1.03 കോടി മുതൽ 3.74 കോടി വരെ അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നു. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് 1.33 കോടി മുതൽ 3.41 കോടി വരെ ലഭിക്കും. ഡെവോപ്സ് എഞ്ചിനീയർമാർക്ക് 1.38 കോടി മുതൽ 3.19 കോടി രൂപ വരെ ശമ്പളം കിട്ടും. സോഫ്റ്റ്വെയറിലെ ഏറ്റവും ഉയർന്ന തസ്തികകളിൽ ഒന്നായ ഡിസ്റ്റിംഗ്വിഷ്ഡ് AI അൽഗോരിതംസ് എഞ്ചിനീയറുടെ ശമ്പള പരിധി 2.94 കോടിയിൽ തുടങ്ങി 4.5 കോടിയിൽ അവസാനിക്കുന്നു. കോഡിംഗിൽ തുടർന്നുകൊണ്ട് തന്നെ വലിയ കോർപ്പറേറ്റ് മാനേജറേക്കാൾ ശമ്പളം വാങ്ങാൻ ഇവർക്ക് സാധിക്കും. പ്രൊഡക്റ്റ് മാനേജർക്ക് 1.9 കോടി മുതൽ 3.63 കോടി വരെയും ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് മാനേജർക്ക് 1.87 കോടി മുതൽ 3.52 കോടി വരെയും കിട്ടും. കമ്പനിയുടെ ഡയറക്ടർ പദവിയിലേക്ക് എത്തുമ്പോൾ ശമ്പളം കുത്തനെ ഉയരും. ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഡയറക്ടർക്ക് 4.12 കോടി വരെ ലഭിക്കുമ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡയറക്ടർക്കും ഡെവലപ്പർ റിലേഷൻസ് ഡയറക്ടർക്കും 4.5 കോടി വരെ കിട്ടും. ആർക്കിടെക്ചർ ഡയറക്ടറാണ് ഈ പട്ടികയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം പറ്റുന്ന തസ്തിക. അടിസ്ഥാന ശമ്പള പരിധി 3.06 കോടി മുതൽ 4.67 കോടി വരെ. NVIDIA CEO ജെൻസൺ ഹുവാങ് തൈവാനിലാണ് ജനിച്ചത്. NVIDIAയുടെ കുതിപ്പിൽ കുടിയേറ്റക്കാരുടെ സ്ഥാനം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അമേരിക്ക തനിച്ചല്ല, ലോകം മുഴുവനുള്ള തലച്ചോറുകൾ ചേർന്നാണ് സിലിക്കൺ വാലി സൃഷ്ടിച്ചത്. ഇപ്പോഴും NVIDIA ആ പാരമ്പര്യം തുടരാനുള്ള ഡിറ്റർമിനേഷനിൽ തന്നെയാണ്. മികച്ച AI റിസർച്ചർമാർ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ NVIDIA അവരെ റാഞ്ചും. മികച്ച ചിപ്പ് ഡിസൈനർ തായ്വാനിലുണ്ടെങ്കിൽ NVIDIAയുടെ ഏജന്റ് അവരെ കണ്ടിരിക്കും. മികച്ച സിസ്റ്റം ആർക്കിടെക്ട് കിഴക്കൻ യൂറോപ്പിൽ നിന്നാണെങ്കിൽ NVIDIA ഒരു ഓഫർ ലെറ്റർ കൊടുക്കും. നേരത്തെ പറഞ്ഞല്ലോ, H1B വിസ ആപ്ലിക്കേഷനിൽ കമ്പനി പറയുന്നത് അടിസ്ഥാന ശമ്പളത്തിന്റെ കാര്യം മാത്രമാണ്. ഇത് കപ്പലണ്ടി വാങ്ങാനുള്ള കാശാണ്. സ്റ്റോക്ക് അവാർഡുകൾ, ബോണസുകൾ, ഇൻസെൻറ്റീവുകൾ എന്നിവയാണ് ഇതിലെ തിമിംഗലങ്ങൾ. NVIDIAയിൽ ചില AI റിസർച്ചർമാർ ആനുകൂല്യമായി പ്രതിവർഷം 4 കോടിയിൽ കൂടുതൽ സമ്പാദിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ റിസർച്ച് സയന്റിസ്റ്റുകൾക്ക് 12 കോടി രൂപ വരെ ആനുകൂല്യം ലഭിക്കാറുണ്ട്. AI അൽഗോരിതം എഞ്ചിനീയർമാർക്ക് ആനുകൂല്യമായി മാത്രം 4.5 കോടി രൂപ വരെ സമ്പാദിക്കാൻ പറ്റും. ചില ഡയറക്ടർമാരും മുതിർന്ന മാനേജർമാരും ആനുകൂല്യമായി മില്യൺ കണക്കിന് ഡോളർ വർഷാവർഷം കൈപ്പറ്റുന്നു. ഇനിയൊരു അതിശയം പറഞ്ഞാൽ ജെൻസൺ ഹുവാങ്ങിന്റെ അടിസ്ഥാന ശമ്പളത്തേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന 30-ലേറെ എഞ്ചിനീയർമാർ ഇന്ന് NVIDIAയിലുണ്ട്. ജെൻസൺ ഹുവാങ്ങിന്റെ ബോണസുകളും ആനുകൂല്യമായൊന്നും ഇവരെ താരതമ്യപ്പെടുത്താനാവില്ലെങ്കിലും അടിസ്ഥാന ശമ്പളത്തിലും കാര്യമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം ഈ എഞ്ചിനീയർമാർ ഇപ്പോൾ സാധാരണ ജീവനക്കാരല്ല. കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരൊറ്റ എലൈറ്റ് AI എഞ്ചിനീയർക്ക് കഴിയും. ചിപ്പ് എഫിഷ്യൻസിയിലെ ഒരു ആശയത്തിന് മുഴുവൻ വ്യവസായത്തെയും ഡിസ്റപ്റ്റ് ചെയ്യാൻ കഴിയും. AI ഇൻഫ്രാസ്ട്രക്ചറിലെ ഒരൊറ്റ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ടെക് ഭീമന്മാർക്ക് മില്യൺ കണക്കിന് ഡോളർ ലാഭിക്കാൻ കഴിയും. ഈ കഥയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം സെമി കണ്ടക്ടർ എഞ്ചിനീയർമാർ പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും വിലയുള്ള പ്രൊഫഷണലുകളായി എന്നതാണ്. ഇപ്പോൾ ഹാർഡ്വെയർ ആണ് താരം. AI സിസ്റ്റങ്ങൾക്ക് അവിശ്വസനീയമായ കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമാണ്. വലിയ GPU ക്ലസ്റ്ററുകൾ, ചിപ്പ് ആർക്കിടെക്ചർ, കാര്യക്ഷമമായ കൂളിംഗ് സിസ്റ്റങ്ങൾ, ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ്, പവർ ഒപ്റ്റിമൈസേഷൻ, മെമ്മറി അപ്ഡേഷൻ, ഇതെല്ലാം NVIDIAയുടെ കറവപ്പശകളുമാണ്. അതുകൊണ്ടാണ് NVIDIA, AMD, Intel, TSMC തുടങ്ങിയ കമ്പനികൾ സെമി കണ്ടക്ടർ പ്രതിഭകൾക്കായി ആഗോളതലത്തിൽ കടുത്ത മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്.